എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. റോഡിലെ അഭ്യാസ പ്രകടനം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച് ഹീറോയാകാൻ ശ്രമിച്ച വിദ്യാർത്ഥി ഒടുവിൽ പോലീസിന്റെ പിടിയിലായി. ഔദ്യോഗിക ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച ബൈക്ക് റേസിംഗ് വീഡിയോയിലെ യുവാവിനെയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര പോലീസ് പിടികൂടിയത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്, സംശയമില്ല. മുതലാളിയെ പോലുള്ളവരുടെ അനുഗ്രഹവും പിൻബലവും ഉണ്ടെങ്കിൽ ഇതിലും വലിയ കാര്യം ചെയ്യാൻ സാധിക്കും. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പേടിച്ചോ? ഈ ശബ്ദം ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കാറുള്ളതാ. പാസഞ്ചേഴ്സിനൊരു ത്രില്ല് വേണ്ടേ? പണ്ടേ നീ ഒരു തലവേദനയാ. ഇപ്പൊ നീ നാട്ടുകാരൻ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. ലൈക്കുകൾ വാങ്ങിക്കൂട്ടി തകർക്കാനായിരുന്നു പയ്യന്റെ ആഗ്രഹം. അതിനാണ് മരണയോട്ടം നടത്തി വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലിട്ടത്. കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞങ്ങള് അല്ലേ? ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത, നിങ്ങൾ വിചാരിക്കണതിന്റെ അപ്പുറത്തെ കഴിവുകൾ അണ്ണനുണ്ട്. ആരാണ് സ്വയം കുഴികുത്തുന്നതെന്ന് വീഡിയോ കണ്ടവരെല്ലാം ചോദിച്ചു. വെല്ലോന്റെ മെക്കെട്ട് കയറി രണ്ട് തല്ലും കൊണ്ട് തന്തക്കും തള്ളക്കും വിളിയും കേട്ട് സ്വസ്ഥമായി കിടന്നുറങ്ങണം. കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വീഡിയോ കറങ്ങിത്തിരിഞ്ഞ് പോലീസിന്റെ കയ്യിലും എത്തി. ഉടൻ പൊക്കുമെന്ന മുന്നറിയിപ്പോടെ അവർ പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലും ഇട്ടു. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്ക. ട്രോഫി കൊടുത്തോ പോലീസ് മാമ? കഥയുടെ ബാക്കി എന്തായി? ഫേസ്ബുക്കിൽ അങ്ങനെ അന്വേഷണ പെരുമഴയായി. ഒടുവിൽ ഇതാണ് ക്ലൈമാക്സ്. ആ ഹീറോ ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ പോലീസ് സ്റ്റേഷനിലാണ്. പാറശാല സ്വദേശി അഭിജിത്ത്, 22 വയസ്സേ ഉള്ളൂ. 6 മാസം മുമ്പാണ് ആഡംബര ബൈക്ക് വാങ്ങിയത്. അതുകൊണ്ടാണ് അഭ്യാസം മുഴുവൻ. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. അല്ല, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. നീ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാണ്. കാരിരുമ്പ് കൊണ്ടുള്ള വിലങ്ങ് വെച്ചല്ലേ സാറിനെ ബന്ധിക്കുന്നത്? അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ബൈക്ക് റേസിംഗ് മാത്രമല്ല, ബൈക്കിന് നമ്പർ പ്ലേറ്റ് പോലുമില്ല. എന്തായാലും വിവിധ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഇവിടെ തെളിയാതെ നടക്കുന്ന പെറ്റി കേസല്ല അവന്റെ നിലയെ കെട്ടിവെച്ച് കോടതി ഹാജരാക്ക്. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം.